ഹലോ, എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ ഒരുപാട് നന്ദി ഞാൻ പറയുകയാണ്. അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് രണ്ട് ടെക്നിക്കാണ്. അത് പവർഫുൾ ആയിട്ടുള്ള രണ്ട് ടെക്നിക്സാണ്. നമ്മുടെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ പറ്റി ഉള്ള രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതൊക്കെ ഞാൻ ഒരുപാട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്കൊക്കെ ഇതൊക്കെ പ്രയോജനം ആവട്ടെ എന്നുള്ളൊരു വിചാരത്തിലാണ്. ഞാനിതൊക്കെ ചെയ്തിട്ടും ഒരുപാട് രൂപ കൊടുത്തൊക്കെ പഠിച്ച ഓരോരോ കാര്യങ്ങളാണിതൊക്കെ. അപ്പം അതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ എന്താണെന്നറിയാമോ, നമ്മൾ ഈ അതിൻ്റെ പേരാണ് ലാഡർ ടെക്നിക്ക് എന്ന്. ലാഡർ എന്ന് വെച്ചിട്ട് എന്താ? ഏണി എന്ന് വന്നപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരു ഏണിയുടെ പിക്ചർ വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പം ഇതെന്നാ ചെയ്യേണ്ടതെന്നറിയാമോ, നമ്മൾ രാത്രി കിടക്കാൻ നേരം നമ്മൾ ഈ ഏണിയിൽ നമ്മൾ ഓരോരോ സ്റ്റെപ്പ് നമ്മൾ കയറുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? എന്നും കിടക്കണം. ഒരു 7 days കണ്ടിന്യൂസ് ചെയ്യണം കേട്ടോ. ഇത് ഞാൻ ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ അനുഭവം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം അത് ഞാൻ പിന്നെ പറയാം. അതിൻ്റെ ഇടയ്ക്ക് ഇത് വന്നുപോയി. ഓക്കെ. അപ്പം രാത്രിയിൽ ഇങ്ങനെ നമ്മൾ ഒരു ഏണിയിൽ ഇങ്ങനെ ആദ്യം ഇടത്തേക്കാൽ വെക്കുന്നു, വലത്തേക്കാൽ വെക്കുന്നു, കൈ പിടിക്കുന്നു. അപ്പം നമ്മളിങ്ങനെ ഏണിയിൽ ഇങ്ങനെ കയറി പോകുന്നത് പോലെ നമ്മൾ ഫീൽ ചെയ്യുക. കുറച്ച് നേരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇത് നല്ല ഉള്ളിന്ന് വരണം ഈ ഒരു ഫീല്. അങ്ങനെ ഒരു 7 days നിങ്ങൾ കണ്ടിന്യൂസ് എന്ന് രാത്രിയിൽ പകല് ഒരു പേപ്പറിൽ നിങ്ങൾ കാണുന്നിടത്ത് എവിടെയെങ്കിലും എഴുതിയിട്ട് ഞാൻ ഏണിയിൽ കയറില്ല എന്ന് എഴുതി ഒട്ടിച്ചു വെക്കുക. മനസ്സിലായോ? രാത്രിയിൽ ഏണിയെ കയറുന്നതായിട്ട് ഇമാജിൻ ചെയ്യുന്നു. പകല് നിങ്ങൾ കണ്ണാടിയിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നിടത്ത് ഒരു പേപ്പറിൽ ഞാൻ ഏണിയിൽ കയറില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് എപ്പോഴും അത് നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ വിശ്വസിക്കുകയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, 7 days കഴിയുമ്പോൾ നിങ്ങൾ ഏണിയിൽ കയറിയിരിക്കും. എങ്ങനെയായിരിക്കും അത്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറാണ്. കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും കൂടെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതാ ജയിക്കുകയെന്നറിയാമോ? സബ് കോൺഷ്യസ് മൈൻഡേ ജയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതാണ് കടത്തിവിടുന്നത്. ഞാൻ ഏണിയെ കയറുന്നതായിട്ട് ഇമാജിൻ ചെയ്തിരിക്കും. കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ പറയും ഞാൻ ഏണിയെ കയറിയല്ല എന്ന് പറയും. പക്ഷേ നമ്മൾ ഈ ഏണിയുടെ ആ ഒരു പിക്ചറോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ഏണി കാണുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. മനസ്സിലായി? ഇതാണ് ഈ ലാഡർ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. നിങ്ങൾ ഇത് ഗൂഗിളിൽ അടിച്ചു നോക്കുക, ലാഡർ ടെക്നിക്ക് എന്ന് പറഞ്ഞ് അടിച്ചു നോക്കുക. എന്തോരം ഇത് കിട്ടുമെന്ന് അറിയാമോ? നെവിൽ ഗോഡാർഡിൻ്റെ ഒരു സീക്രട്ടാണ് ഇത് എന്താണ് ലാഡർ ടെക്നിക്ക്. അപ്പം നെവിൽ പറയുന്ന ഫസ്റ്റ് ഈ ടെക്നിക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ പറയുന്ന രണ്ടാമത്തെ ടെക്നിക്ക് നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുക്കുന്ന ഒരു എക്സസൈസാണ്. ലാഡർ ടെക്നിക്ക് ചെയ്തു ഞാൻ ഇതുപോലെ തന്നെ ഇങ്ങനെ ചുമ്മാ ഒരു ക്യൂരിയോസിറ്റിക്ക് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 4 ദിവസം കണ്ട് കഴിഞ്ഞപ്പോഴത്തേനുണ്ട് ഞങ്ങളുടെ വീട്ടിലെ ബൾബ് പോയപ്പോൾ വേറെ ബൾബുണ്ട്, ഇടാൻ പറ്റും. പക്ഷേ എങ്ങനെയാണ് ഇടുന്ന? ഏണിയില്ല. അപ്പം ഞാനിവിടെ ഇസ്രായേലിൽ വന്ന സമയത്താണ് കേട്ടോ. അപ്പം തൊട്ടടുത്ത വീട്ടിൽ ഞാൻ അങ്ങനെ അവിടെ പുറകിൽ ഇങ്ങനെ ഒരു ഏണി ഇങ്ങനെ വെച്ചേക്കുന്നത് കണ്ട്. അപ്പോഴത്തേന് ഞാൻ പോയിട്ട് ഞാൻ അവരോട് ഏണി എന്നൊന്നും പറയാൻ അറിയത്തില്ല. അപ്പം ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഈ സാധനം തരും, അതായത് ഇത് കാണിച്ചിട്ട് ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ അവരോട്. അപ്പം അവർ പറഞ്ഞു ഉണ്ട്, എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഇങ്ങനെ ബൾബ് പോയി അപ്പം അതിടാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ അതെല്ലാം കൊണ്ടുകഴിഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ രാത്രി ഇതുപോലെ തന്നെ അപ്പോഴാണ് ദൈവമേ ഞാനത് ചെയ്തു, മാനിഫെസ്റ്റ് ഇങ്ങനെ ഏണിയെ കയറുന്നതായിട്ട് ഇമാജിൻ ചെയ്തു. ഇപ്പം ആ ഏണിയിൽ ഞാൻ കയറിയിട്ട് ഞാൻ ആ ബൾബ് ഫിക്സ് ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ? അത്ര ഭയങ്കര പവർഫുള്ളാണ് നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ളത്. അപ്പം ഇനി ഒരു രണ്ടാമത്തെ ടെക്നിക്ക് പറയാം. രണ്ടാമത്തെ ടെക്നിക്കിന് പറയുന്നതിന് മുമ്പ് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ അമ്മച്ചിമാരൊക്കെ നമ്മളോട് കഥയൊക്കെ പറഞ്ഞു തരുമ്പോഴത്തേന് അവർ പറഞ്ഞു തരുന്ന ആ കഥയിൽ നമ്മളിങ്ങനെ പണ്ട് കാലത്ത് അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു പറയുമ്പോൾ നമ്മുടെ മൈൻഡ് അങ്ങനെ പോയിട്ട് ഒരു പിക്ചർ രൂപത്തിൽ ഒരു ഇമേജ് നമ്മുടെ മൈൻഡിൽ ക്രിയേറ്റ് ആവുകയില്ലായിരുന്നോ? അതിന് ഞാനൊരു ഉദാഹരണം പറയാവേ. എൻ്റെ വല്യമ്മച്ചി എനിക്ക് കഥയല്ല, അവരുടെ നടന്ന സംഭവം പറയായിരുന്നു. അതായത് എൻ്റെ വല്യമ്മച്ചി പറയായിരുന്നു, പണ്ട് ഞങ്ങൾ നെടുങ്കണ്ടം പള്ളിയിൽ എന്താണ്
പെരുന്നാളിന് പോവായിരുന്നു. അപ്പം അതുപോലെ തന്നെ നോയമ്പിന് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് 4 മണിക്ക് എഴുന്നേറ്റിട്ട് ചൂട്ട് പിടിച്ച് കത്തിച്ചിട്ട് അങ്ങനെ ആ ഒരു വെട്ടത്തിലായിരുന്നു അപ്പച്ചിയുടെ കൂടെ ഞങ്ങൾ നെടുങ്കണ്ടം പള്ളിയിൽ പോയി കുർബാന കൂടിയിട്ട് തിരിച്ചു വരുന്നത്. അതുപോലെ തന്നെ പെരുന്നാളിന് അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വിഭവം ഉണ്ടായിരുന്നു. അതായത് കപ്പ, ചേമ്പ്, കാച്ചിൽ, ചേന എല്ലാം കൂടെ കൂടിയിട്ടിട്ടുള്ള ഒരു പുഴുക്ക് കിട്ടുമായിരുന്നു. അത് നേർച്ചയായിട്ട് കിട്ടുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിലെ ഞാനിത് നെടുങ്കണ്ടം പള്ളി എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ പക്ഷേ ഇതുവരെ നെടുങ്കണ്ടം പള്ളി പോയിട്ടില്ല. പക്ഷേ അമ്മച്ചി പറഞ്ഞു തന്ന ആ ഒരു ഇമേജ് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. നെടുങ്കണ്ടം പള്ളിയിൽ ഇവർ പോകുന്നതും പെരുന്നാൾ കൂടുന്നതും അവിടുത്തെ പുഴുക്ക് കഴിക്കുന്നതും മനസ്സിലാവുണ്ടോ, നേർച്ച സദ്യ കഴിക്കുന്നതും ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ കുഞ്ഞിലത്തെ കാര്യങ്ങൾ, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ നമ്മുടെ മൈൻഡിൽ കാണും. അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ. അപ്പം എൻ്റെ വല്യമ്മച്ചി പറഞ്ഞു തന്ന ആ ഒരു ഓർമ്മ, നെടുങ്കണ്ടം പള്ളി, അത് ഇതുവരെ ഞാനിങ്ങനെ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് എന്തെങ്കിലും ആ പള്ളിയിലൊന്ന് പോകണമെന്ന് വലിയ ആഗ്രഹമാണ് എൻ്റെ. പക്ഷെ അത് ഞാൻ പോയിരിക്കും. സോ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഒരു മെത്തേഡ്. അതായത് ഐ റിമെമ്പർ വെൻ, മനസ്സിലായോ? ഞാനത് ഓർക്കുന്നു എന്ന് പറയുമ്പോഴത്തേന് ഇവിടെ നിങ്ങൾക്ക് അതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും എന്നറിയത്തില്ല. അതിന് പറയുന്നത് ക്വാണ്ടം ജമ്പ് എന്ന് പറയും. അതായത് ഐ റിമെമ്പർ വെൻ, ഞാൻ അന്നത് ഓർക്കുന്നു എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ മൈൻഡിൽ ആ ഒരു സംഭവം വരും അല്ലേ. ഫ്യൂ സെക്കൻഡ് നേരത്തേന് ആ ഒരു സംഭവം വരും. ഞാൻ അന്ന് ആ ഒരു സംഭവം നടന്നത്, ഞാൻ അത് ഓർക്കുന്നു എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ മൈൻഡിൽ അത് വരും എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഈ ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ജോലിക്ക് വേണ്ടി യൂസ് ചെയ്യാം, വീടിന് വേണ്ടി യൂസ് ചെയ്യാം, ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളത് കണ്ണടച്ച് തന്നെ അത് ഇരുന്നിട്ട് ഇമാജിൻ ചെയ്യണം. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കണ്ണടച്ച് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പേപ്പറിൽ നിങ്ങളുടെ രീതിയിൽ വേണ്ട രീതിയിൽ നിങ്ങൾക്ക് അതിനെ എഴുതി വെക്കാം. എഴുതി വെച്ചിട്ട് നിങ്ങൾ രാത്രി കിടക്കാൻ നേരം ഇത് വായിച്ചിട്ട് നിങ്ങൾ കിടക്കുക. ഐ റിമെമ്പർ വെൻ എന്ന് നമ്മൾ പറയുമ്പോൾ ആ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ വാടക വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ പറയുകയാണ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പണ്ട് ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താണ്, ഇപ്പം നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? സ്വന്തം വീട്ടിൽ. മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞതുപോലെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പണ്ട് എനിക്ക് ജോലി ഇല്ലാതിരുന്നൊരു കാലം. അപ്പം ഇപ്പം നിങ്ങൾക്ക് ജോലിയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ തന്നെ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് അന്ന് ഇത്ര ഇൻകം ഒന്നും ഇല്ലാതിരുന്നു. അപ്പം ഇപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് ഇൻകം ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ. പണ്ട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു എനിക്ക് ഇത്രയും ബിസിനസ് ഒന്നും പണ്ടില്ലായിരുന്നു. അപ്പം ഇപ്പം വളരെയധികം ബിസിനസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഇതിനാണ് ക്വാണ്ടം ജമ്പ് എന്ന് പറയുന്നത്. സോ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അത് ക്രിയേറ്റ് ചെയ്തെടുക്കാം. എങ്ങനെയാണെന്നറിയാമോ? ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം നിങ്ങളൊന്ന് കണ്ണടച്ചിരുന്നൊന്ന് കേട്ട് കഴിയുമ്പോൾ അപ്പം ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ ഒരു പിക്ചറായിട്ടാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് പതിയുന്നത്. ഒരു ഇമേജിൻ്റെ രൂപത്തിൽ അത് കൊടുക്കണം. ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളെ കണ്ണടച്ചിരുന്ന് ഒന്ന് ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു ഇമേജ് നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണ് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാനിൽ കുറച്ച് നിങ്ങൾ വിജയിച്ചു എന്നാണ് അർത്ഥം. അല്ലാത്തവർക്ക് ഇതൊന്നും പോവുകയല്ല. മനസ്സിലായോ? ആ ഒരു ഞാനിപ്പോൾ പറയുന്ന രീതിയിൽ നിങ്ങളുടെ ഓരോരോ ചിത്രങ്ങളായിട്ട് പിക്ചേഴ്സായിട്ട് ഇത് കടത്തിവിടുക. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എൻ്റെ രീതിയിലാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഞാനൊരു സിമ്പിളായിട്ട് പറയുന്ന കാര്യമാണ്. ഓക്കെ, ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കിപ്പം തുടങ്ങാം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പണ്ട് ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് തന്നെ എങ്ങനെയാണെന്നറിയില്ല ഒരുപാട് വഴികളിലൂടെ, പല വ്യക്തികളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ ഞങ്ങളിലേക്ക് ഒരുപാട് പണം വരാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്കിഷ്ടപ്പെട്ട ഏരിയയിൽ നല്ലൊരു സ്ഥലം വാങ്ങാൻ ഞങ്ങൾക്ക് സാധിച്ചു. അവിടെ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് അതിമനോഹരമായ ഒരു വീട് വെക്കാൻ സാധിച്ചു. എന്നും രാവിലെ ഈ വീടിൻ്റെ ബാൽക്കണിയിലിരുന്ന് മുന്നിലത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട്
ചായ കുടിക്കാൻ സാധിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ആ ഒരു ഇമേജ് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചോ? എന്താണെന്നറിയാമോ, ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് എടുക്കണം. ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സീരിയസ് ആയിട്ട് എടുക്കാൻ പാടില്ല. എപ്പോഴും ലൈഫിനെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റണം. നമ്മൾ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്താൽ അതിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ എത്തുന്നത് വരെ നമ്മൾ വിസിറ്റ് ചെയ്യണം. അത് അതിൻ്റെ എൻഡിൽ ഉണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞതുപോലെയാണ് എപ്പോഴും നമ്മൾ ഭയങ്കര എല്ലാം ഈസി ആയിട്ട് എടുക്കുക. അയ്യോ ഇത് നടക്കുമോ എന്നുള്ളൊരു ടെൻഷനും വേവലാതിയും ഒക്കെ വിട്ടിട്ട് ഇതൊരു ജസ്റ്റ് ഫണ്ണായിട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ഇതേപോലെ ചെയ്യുക. എന്നിട്ട് അതിനെ ലെറ്റ് ഗോ ചെയ്ത് വിടുക. പിന്നെ അതിൻ്റെ പുറകെ പോകരുത്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തും. ഇതാണ് ഈ മാനിഫെസ്റ്റേഷൻ ഒരു പവർ എന്ന് പറയുന്നത്. അതാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഇതാണ്, ഇന്ന് ചെയ്ത് നാളെ നടക്കുമോ എന്നുള്ള നമ്മുടെ ഒരു വേവലാതി കളഞ്ഞിട്ട് എല്ലാ മെത്തേഡ് അഫർമേഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പല മെത്തേഡ്സ് ആയിക്കോട്ടെ എല്ലാം ചെയ്യുമ്പോൾ ഈ ഒരു ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനി മുന്നോട്ടും ഇത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ടാറ്റ.